പിന്നെ ഡിവൈഎഫ്ഐ ഒരു പത്രസമ്മേളനം വേറെ വിളിച്ചു. പിന്നെ ഈ 7 മാസം കാത്തിരുന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ വിളിച്ച് 100-ലധികം വീട് കൊടുക്കുന്ന സന്നദ്ധ സംഘടനകളെ വിളിച്ചൊരു യോഗം ചെയ്യുന്നത്. അതിൽ 30 ലക്ഷം രൂപ ഒരു വീടിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന ഒരു സർക്കാർ ഡിമാൻഡ് അംഗീകരിക്കാൻ പറ്റില്ല. അതിൽ കുറഞ്ഞ വിലയ്ക്ക്, അതായത് ഇവിടെ 11 പേരോളം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ലീഗിന്റെ പ്രവാസി സംഘടന വീടെടുത്തു കൊടുത്തപ്പോൾ അത്രയായില്ല. അപ്പൊ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റൊരു ഡിമാൻഡും കൂടെ സർക്കാർ വെച്ചു. പിന്നെ ആ ഡിമാൻഡുകൾ, സർക്കാർ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സ്വന്തമായിട്ടൊരു ഭൂമി എടുത്തത്. അതിൽ നിയമവശങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമവശങ്ങളിൽ നിൽക്കത്തന്നെ ആ നിയമവശങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതികളാണ്, സർക്കാരിനും പാർട്ടിയായിട്ട് തീരുമാനം. അപ്പോഴും ഈ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു ജനവിഭാഗം 1,22,000 രൂപക്ക് എന്തിനു വാങ്ങി അങ്ങനെ ഒരു ഭൂമി? അങ്ങനെ ഒരു പിന്നെന്താ? അതെ, അയാൾക്കെതിരായിട്ടാണ് നമ്മുടെ അഡ്വക്കേറ്റ് പിന്നെ ചാത്തുക്കുട്ടി ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞത് 50,000 രൂപക്ക് 60,000 രൂപ സെന്റിന് ഞാൻ 40,000 രൂപക്ക് ഞാൻ വാങ്ങിക്കൊടുക്കാം. അല്ല, അതല്ല, അത് അയാൾ പറഞ്ഞല്ലോ, ചാത്തുക്കുട്ടി പിന്നെ വക്കീൽ പറഞ്ഞല്ലോ. ആ വക്കീൽ നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പോഴും ഈ 100 പേർക്ക് അടുത്ത മാസം തൊട്ട് മാസവാടക കിട്ടില്ല, സർക്കാരിൽ നിന്ന് പൈസ വാങ്ങി. അതിൽ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇത് സർക്കാർ മുസ്ലിം ലീഗ് ഇവരെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയിന്ന, ഇവരെല്ലാം സ്വമേധയാ സർക്കാരിന് എല്ലാ രേഖ എഴുതി കൊടുത്തിട്ട് പോയ ആൾക്കാർ. അല്ല, സ്വമേധയാൽ പോയതല്ല. അവര് പൊളിറ്റിക്സ് നോക്കിയിട്ട് ഓരോ വീട്ടിലും പോയി ആളുകളെ കുത്തിത്തിരിപ്പുണ്ടാക്കി, അവിടെ പള്ളി ഉണ്ടാവും, അവിടെ മദ്രസ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ലീഗിന്റെ കുടുംബക്കാര്, ബന്ധുക്കള്, അവരെ എല്ലാം സ്വാധീനം ചെലുത്തിപ്പിച്ചിട്ടാണ് ആ സാധുക്കൾ ഇവരെ വിശ്വസിച്ചു പോയത്. എന്നിട്ട് വർഗീയ ചെയ്യാം അല്ലേ, വർഗീയത ചെയ്യാം, അതിന് പ്രശ്നമില്ല. അല്ല, കുറച്ചാൾക്കാർ അവര് തെറ്റിദ്ധരിക്കും. അവരൊക്കെ സാധുക്കളല്ല, അവരെയല്ല കുറ്റം പറയേണ്ടത്. ഇതിന് മുൻകൈയെടുത്ത ആളുകളെയാണ് കുറ്റം പറയേണ്ടത്, അവരെയാണ് കുറ്റം പറയേണ്ടത്. അല്ല, സെന്റിമെന്റ്സ് ഉണ്ട്. നിങ്ങൾ 1,22,000 രൂപയ്ക്ക് പിന്നെ ഭൂമി വാങ്ങിയിട്ട് അതിന്റെ പേരിൽ ആ പൈസ മുഴുവൻ പോക്കറ്റിലാക്കുക. ഒരു സെന്റും എടോ, സാധാരണ കമ്മീഷനൊക്കെ അടിക്കലുണ്ട്, പക്ഷെ ഇജാതി കമ്മീഷൻ പകൽക്കൊള്ളാം. അല്ല, എന്തത് സാധാരണ നമ്മൾ കമ്മീഷനൊക്കെ ഒരു 1%, 2% ഒക്കെ ചെയ്യാറുണ്ട്. ലീഗിന്റെ കമ്മീഷൻ എന്ന് പറയുന്നത് 50-60% കമ്മീഷൻ. അവര് പറഞ്ഞു സർക്കാർ പദ്ധതികൾക്ക് വേഗതയില്ല. അത് മുസ്തഫ ആദ്യം 30 ലക്ഷം രൂപ പറഞ്ഞു, തുക വലുതാന്ന് പറഞ്ഞു. ഗവൺമെന്റ് 30 ലക്ഷം 20 ലക്ഷത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ലീഗ് ആദ്യം തുക വലുതായിരുന്നു പറഞ്ഞ്, പിന്നീട് 20 ലക്ഷത്തിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞ് സർക്കാർ പദ്ധതിക്ക് വേഗതയില്ല, പുനരധിവാസം വൈകുന്നു എന്നുള്ള ഒരു കാരണമാണ് പൊതുസമൂഹത്തിൽ. എന്തുകൊണ്ടാണ് ലീഗ് സ്വന്തം നിലയിൽ പുനരധിവാസ പദ്ധതിയിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ലീഗ് നേതൃത്വം പറഞ്ഞിരുന്നത് സർക്കാർ പുനരധിവാസം വൈകുന്നു എന്നായിരുന്നു അവരുടെ മറുപടി. അതിന്റെ പേരിലാണ് അവർ സ്വന്തം നിലയിൽ ഞങ്ങൾ. സത്യത്തില് ഈ പൈസ 40 കോടി രൂപ ലീഗിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉണ്ടോ? അതിന് അവര് വേറെ എവിടെയെങ്കിലും പോയിട്ട് സ്ഥലം വാങ്ങിക്കണോ? തമിഴ്നാട്ടിലോ എവിടെ പോയിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടോ? ഇന്റെ ബലമായ സംശയം ലീഗിന്റെ കയ്യിൽ ആ പിരിച്ച 40 കോടി രൂപ ഇല്ല എന്നാണ്. അവരത് എവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല. ഈ ലീഗിനെ എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ശരിക്കറിയാം. കാരണം നമ്മൾ ഗുജറാത്ത് കലാപത്തിന് ഫണ്ട് പിരിച്ചു. ഈ ഗുജറാത്ത് കലാപത്തിന് ഫണ്ട് പിരിച്ചിട്ട് ഒരു പൈസ ചെലവാക്കാത്ത കാര്യം 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് അവിടെ ഏതോ ഒരു അഞ്ജുമാൻ ഇസ്ലാമിയ സഭ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന, ബോംബെ ബേസ്ഡ് സംഘടന ഉണ്ടാക്കുന്ന ബിൽഡിങ് ആമസായി വന്ന് ഓടിപ്പോയിങ്ങാണ്ട് വില കൊടുത്ത് വാങ്ങി അതവർക്ക് കൈമാറുന്ന ചടങ്ങൊക്കെ നടന്നത്. പൈസ ഈ ജാതി ചെലവാക്കണേന് യാതൊരു വ്യവസ്ഥയും ഇല്ല ലീഗിന്. അത് ഞാൻ ആധികാരികമായിട്ട് തന്നെ പറയുകയാണ്. ഇന്നോളം എത്ര പിന്നെ ആളുകളെയാണ് ഈ ഷെയർ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര ആളുകളെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നിങ്ങളെ പിന്നെ ഇവിടെ വയനാട്ടിൽ 50 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഫാം തുടങ്ങാൻ. അത്രേ, പാലിൻ്റെ ഫാം. ആരാ ചെയർമാൻ ആരാ അറിയോ? ഇല്ലേ? അറിയില്ലേ? എന്നാ പിന്നെ ഉണ്ട്.
ഒന്ന് അന്വേഷിച്ച് നോക്കി. പ്രതിസന്ധി എന്ന് പറയുന്നത് സർക്കാരിന്റെ ഓർമ്മയ്ക്ക് തന്നെ വീണ്ടും ബന്ധം വരും. സർക്കാർ കൊടുത്തില്ല അല്ല സർക്കാർ കൊടുത്തില്ല എന്നുള്ളതിന് എന്തുകൊണ്ടാണ് സർക്കാർ ഇത്ര താമസിച്ചത്? സർക്കാർ ബോധപൂർവം താമസിപ്പിച്ചതല്ല. നിങ്ങൾക്കറിയാലോ, പല എസ്റ്റേറ്റുകളും നോക്കി, എൽസ്റ്റൺ എസ്റ്റേറ്റ് നോക്കി, അപ്പോഴാണ് അതിൻ്റെ അവകാശ തർക്കം, കോടതി പോയി ഉടമകൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവസാനം നിങ്ങളുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കം എന്തോ ആവട്ടെ, കോടതിയിൽ സർക്കാർ ആവശ്യമായിട്ടുള്ള തുക കെട്ടിവെച്ചിട്ടാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം എടുത്തത്. അതിന് കുറച്ച് ടൈം എടുത്തു. നമുക്കറിയാമല്ലോ, കോടതി വ്യവഹാരങ്ങളിലേക്ക് ഒരു ഭൂമി തർക്കം കടന്നാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നിട്ട് പോലും പിന്നല്ലാതെ മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും സർക്കാരുമായിട്ട് സഹകരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം മുതൽ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, നിങ്ങളാരും സർക്കാരിൻ്റെ പദ്ധതിയിലേക്ക് പൈസ കൊടുക്കരുത്, നിങ്ങളിതാ ലീഗിൻ്റെ ഫണ്ടിലേക്ക് തരി, ലീഗ് അവിടെ പുനരധിവാസം നടത്തും എന്നാണ് ലീഗ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 40 കോടി റുപ്യ ഇപ്പൊ സത്യത്തിൽ ലീഗിന്റെ കയ്യിലില്ല. ഓല ഫണ്ടിൽ ഇപ്പൊ 40 കോടി ഇല്ല. അത് ഔദ്യോഗികമായിട്ട് ഈ ഭൂമി പ്രശ്നം പരിഹരിക്കണം, അല്ലെങ്കിൽ തോട്ടഭൂമി നിന്ന് ഒഴിവാക്കണമെങ്കിൽ ലീഗ് നേതൃത്വ സർക്കാരിനെ സമീപിക്കണ്ടേ? അങ്ങനെ രേഖാമൂലമോ അല്ലെങ്കിൽ സമീപിച്ചിട്ടില്ല, സമീപിച്ചിട്ടേ ഇല്ല. മുസ്ലിം ലീഗ് ഇന്ന് വരെ ആധികാരികമായിട്ട് ഒരു രേഖ, ഞങ്ങൾക്ക് കുറച്ച് ഭൂമി അവിടെ അനുവദിക്കണം, അല്ല ഭൂമി അവിടെ അനുവദിക്കണം, ഞങ്ങൾക്കതാ ഞങ്ങൾ 100 വീടെടുത്ത് തരാം എന്ന് മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു രേഖ, ഒരു കത്ത് ലീഗിൻ്റെതായിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? പിന്തുണക്കോല് പ്രഖ്യാപിക്കും, അത് ആളെ കാണാൻ പിന്തുണ പ്രഖ്യാപിക്കും, നേരെ തിരിഞ്ഞു പോയി കണ്ട് തുരപ്പമ്പടിയും ചെയ്യും. അത് ചെയ്യും. ലീഗ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല. ലീഗ് ആൾക്കാരെ മുമ്പ് നിന്ന് പറഞ്ഞതൊന്നും നേരെ പോയി കണ്ട് അപ്പുറത്ത് പോയി കണ്ട് തുരപ്പമ്പണി ചെയ്യും. ഒരു മനുഷ്യൻ പൈസ കൊടുക്കരുത് കേട്ടോ എന്ന് പറയും ഓല്. എൻ്റെ അഭിപ്രായത്തിൽ അവരൊക്കെ സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമാവുക. അത് സർക്കാരിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്നുള്ളത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും. കാരണം ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു 100 കുടുംബങ്ങൾ. അവർ വിശ്വസിച്ച മുസ്ലിം ലീഗ് അവരെ ചതിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ 15 ലക്ഷം രൂപ വാങ്ങിയത് തിരിച്ചടച്ച് സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കണം അവരെ, അതല്ലെങ്കിൽ അവർ പെരുവഴിയിലാകും എന്നുള്ള കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും.